أما الفرقة الناجية أهل السنة والجماعة ولا ينطبق هذا الوصف أهل السنة والجماعة إلا على الفرقة السلفية. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يقول المصنف رحمه الله: وقوله إلا من شهد بالحق وهم يعلمون، أي بلا إله إلا الله وهم يعلمون بقلوبهم ما نطقوا به بألسنتهم. ഷുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഒന്നാമത്തെ ഷർത്ത് അൽ ഇൽമു ബിമഅനാഹ നഫ്യൻ വ ഇസ്ബാത. അതിനുള്ള ഒന്നാമത്തെ ദലീൽ വദ്ദലീലു ഖൗലുഹു തആല ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. തുടർന്ന് മുസന്നിഫ് റഹ്മഹുള്ള പറയുന്നത് വഖൗലുഹു, വഖൗലുഹു ആ വാവ് അത്ഫിന്റേതാണ്. ഖൗലുഹു തആല വഖൗലുഹു യാനി വഖൗലുഹു തആല വദ്ദലീലു ഖൗലുഹു തആല. ദലീലായി വന്നിട്ടുള്ള രണ്ടാമത്തേത് ഖൗലുഹു, ഖൗലുഹു തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വാക്കാണ്, ഈ ഖൗലാണ്. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. സൂറത്ത് സുഹ്റുഫിലെ 86-ാമത്തെ ആയത്താണ് ഇത്. ഈ ആയത്താണ് ഇവിടെ മുസന്നിഫ് റഹ്മഹുള്ള രണ്ടാമത്തെ ദലീലായി കൊണ്ടുവന്നിട്ടുള്ളത്. തുടർന്നുകൊണ്ട് അദ്ദേഹം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് എന്നുള്ള ആ ഹഖ് എന്നതിന്റെ തഫ്സീറായി മുസന്നിഫ് തന്നെ കൊടുത്തു ഐ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഐ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. അഥവാ ഈ ഹക്കിന്റെ തഫ്സീറാണത്. ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ ബി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബിൽ ഹഖ് ബി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ വഹും യഅലമൂന ബിഖുലൂബിഹിം മാ നതഖൂ ബിഹി ബിഅൽസിനതിഹിം. അതിന്റെ തഫ്സീർ അദ്ദേഹം തന്നെ പറഞ്ഞു. വഹും യഅലമൂന ബിഖുലൂബിഹിം മാ നതഖൂ ബിഹി ബിഅൽസിനതിഹിം. അപ്പോൾ ആയത്തിന്റെ തഫ്സീർ വളരെ ചുരുക്കി മുസന്നിഫ് തന്നെ ഇവിടെ കൊടുത്തു.
ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ എന്നത് സുഖ്റുഫിലെ 86-ാം ആയത്തിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ പൂർണ്ണരൂപം, ആയത്തിന്റെ പൂർണ്ണരൂപം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. വലാ യംലികുല്ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅത, വലാ യംലികുല്ലദീന യദ്ഊന മിൻ ദൂനിഹി അശ്ശഫാഅത. അതിന്റെ ശേഷമാണ് ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ എന്നുള്ളത്. അത്രയും ഭാഗം മതി മുസന്നിഫ് ഉദ്ദേശിച്ച കാര്യത്തിന് ഷാഹിദായിട്ട്, തെളിവായിട്ട് ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ എന്നത് മതി. അതുകൊണ്ടാണ് ഇത്രയും ഭാഗം ഒഴിവാക്കി. കാരണം അദ്ദേഹം ഈ റിസാലയിൽ വളരെ മുഖ്തസറായി കാര്യം പറഞ്ഞു പോവുക, എത്രമാത്രം വാചകങ്ങൾ കുറക്കാൻ സാധിക്കുമോ അത്രമാത്രം കുറച്ച് പറഞ്ഞു പോവുക. എന്തിനാണത്? ഹിഫ്ളാക്കുന്ന ഒരാൾക്ക് ഹിഫ്ളാക്കാനുള്ള സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു വലിയ ആയത്തുണ്ടെങ്കിൽ ആ ആയത്തിൽ നിന്ന് ദലീലാകുന്ന ഭാഗം മാത്രം ഇസ്തിഷ്ഹാദ് ചെയ്ത് ആ ഭാഗം മാത്രം എടുത്തു പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത്, താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ, അഇമ്മത്തുൽ ഇസ്ലാം അവരെല്ലാവരും തുടർന്നു പോന്നിട്ടുള്ള രീതിയാണ്. ആവശ്യമുള്ള ഭാഗം മാത്രം കൊണ്ട് ഇസ്തിദ്ലാല് ചെയ്യുക എന്നുള്ളത്, ദലീലായിട്ട് എടുത്തു പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വീകരിച്ചു പോന്നിട്ടുള്ള ശൈലിയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ അത് പിന്തുടർന്നു പോന്നിട്ടുള്ളത്. നമുക്ക് ആയത്തിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിന്റെ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരമൊരു ദർസിൽ അപ്പുറം ഇപ്പുറമൊക്കെ നമ്മൾ പഠിച്ച് അതിനപ്പുറം നമ്മൾ വീണ്ടും ഉലമാക്കൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള തഫ്സീറുകൾ പഠിച്ച് അങ്ങനെ വിശദമായി പഠിച്ചു പോകും. വിശദമായി പഠിച്ചു പോയ ഒരാൾക്ക് ഇത്ര മതി, അതിന്റെ ആ തെളിവായി വരുന്ന ഭാഗം മതി, അത് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ അതിന്റെ മുന്നും പിന്നും ഒക്കെ ഓർമ്മയിലുണ്ടാവും ഈ ഭാഗം കിട്ടിയാൽ തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ ആയത്തിന്റെ പൂർണ്ണ രൂപത്തിലുള്ള തഫ്സീറാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ, അതുപോലെ തന്നെ അൽ അല്ലാമ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ, അതുപോലെ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ, ഈ മൂന്നാളുകളുടെ തഫ്സീറുകളിൽ നിന്ന് അങ്ങനെ തന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദർസിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് വീണ്ടും മുസന്നിഫിന്റെ വാക്കിലേക്ക്, മത്തിനിലേക്ക് തിരിച്ചു വന്നാൽ കാര്യം ക്ലിയർ ആയിരിക്കും. വലാ യംലികുല്ലദീന യദ്ഊന മിൻ ദൂനിഹി, ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് വലാ യംലികുല്ലദീന യദ്ഊന മിൻ ദൂനിഹി എന്നതിന്റെ തഫ്സീറായിട്ട് അദ്ദേഹം പറഞ്ഞു. ആദ്യം നമ്മൾ ആ വാക്കുകളൊന്ന് മനസ്സിലാക്കുക. ആദ്യം വലാ യംലികു, മലക്ക യംലികു എന്തർത്ഥം? നമ്മൾ ഒരുപാട് കേട്ട് പഠിച്ചിട്ടുള്ള വാക്കാണ്. ഉടമപ്പെടുത്തി. മലക്ക യംലികു, ലാ യംലികു ഉടമപ്പെടുത്തുന്നില്ല, ഉടമപ്പെടുത്തുന്നില്ല, മുൽക്കാക്കുന്നില്ല. വലാ യംലികു ഉടമപ്പെടുത്തുന്നില്ല. ആര്? അല്ലദീന യദ്ഊന. അല്ലദീ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. എന്തെന്നതിന് പറയാ? ഇസ്മുൽ മൗസൂല. അതിന്റെ ജംആണ് അല്ലദീന. ജംഅ് മുദക്കറാണ്. ജംഅ് മുദക്കറാണ്. അപ്പൊ വലാ യംലികു ഉടമപ്പെടുത്തുന്നില്ല. ആര് എന്നുള്ളത് അവരുടെ സിഫത്തി വസ്സുൽ വെച്ച് പറയുകയാണ് ചെയ്യുന്നത്, ഇസ്മുൽ മൗസൂൽ വെച്ച് പറയുകയാണ്. അല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അല്ലദീന യാതൊരു കൂട്ടർ, യദ്ഊന അവർ വിളിച്ചു ദുആ ചെയ്യുന്ന, യദ്ഊന ദഅ യദ്ഉ, ദഅ യദ്ഉ അതിന്റെ ജംആണ് യദ്ഊന. അവർ ദുആ ചെയ്യുന്നവർ,
അല്ലദീന യദ്ഊന അവർ വിളിക്കുന്നവർ, മിൻ ദൂനിഹി അവന് പുറമെ. അപ്പൊ ഇവിടെ രണ്ട് ലമീറുകൾ വന്നു. ഒന്ന് വാവുൽ ജമാഅ, വാവുൽ ജമാഅ അല്ലെ, യദ്ഊന അവർ. ആരാണ് ഈ അവർ? ആരാണ് ഈ അവർ? അൽ മുശ്രിക്കൂൻ. യദ്ഊന എന്നതിലെ വാവുൽ ജമാഅ മടങ്ങുന്നത് അൽ മുശ്രിക്കൂൻ എന്നതിലേക്കാണ്. മിൻ ദൂനിഹി, പിന്നെ ഇവിടെ ഹി ഉണ്ട്, ഹു അല്ലെ, ഹുവ എന്ന ലമീർ, അവന് പുറമെ. ആരാണ് അവൻ? ആ ലമീർ മടങ്ങുന്നത് ഇലാ ലഫ്ദുൽ ജലാല, അല്ലാഹ്. അല്ലാഹ് മിൻ ദൂനില്ലാ. അപ്പൊ വലാ യംലികു ഉടമപ്പെടുത്തുന്നില്ല. അല്ലദീന യദ്ഊന, അല്ലദീന യദ്ഉൽ മുശ്രികൂൻ മിൻ ദൂനില്ലാ, അല്ലദീന യദ്ഉൽ മുശ്രികൂൻ മിൻ ദൂനില്ലാ. അല്ലാഹുവിന് പുറമെ മുശ്രിക്കീങ്ങൾ വിളിച്ചു ദുആ ഇരക്കുന്നവർ ആരാണോ അവർ ഉടമപ്പെടുത്തുന്നില്ല എന്നാണ്. അപ്പൊ ഇവിടെ അല്ലദീന യദ്ഊന അവർ വിളിച്ചു ദുആ ഇരക്കുന്നവർ എന്നുള്ളത് പറഞ്ഞു. മുശ്രിക്കീങ്ങൾ വിളിച്ച് ദുആ ഇരക്കുന്നവർ, ദുആ ഇരക്കപ്പെടുന്ന ആളുകളാണ് ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ. അവർ ദുആ ഇരക്കുന്നത് ആരെയാണോ അവർ. അപ്പൊ ദുആ ചെയ്യപ്പെടുന്ന അവരുടെ ഇലാഹുകൾ ഉടമപ്പെടുത്തുന്നവരല്ല, മിൻ ദൂനില്ല അല്ലാഹുവിന് പുറമെ. അശ്ശഫാഅത ശഫാഅത്തിനെ, അത് മഫ്ഊലുൻ ബിഹി. അതെ, യംലിക്കുന്റെ ഫാഇൽ അല്ലദീന, ലാ യംലിക്കു അതിന്റെ ഫാഇൽ അല്ലദീന. അവരുടെ സിഫത്തായിട്ടാണ് പറഞ്ഞത് യദ്ഊന മിൻ ദൂനിഹി. ആ അവരെ യദ്ഊന അവർ വിളിച്ചു ദുആ ചെയ്യുന്നു മുശ്രിക്കീങ്ങൾ, മിൻ ദൂനില്ല അല്ലാഹുവിന് പുറമെ. അപ്പൊ ഫാഇൽ അല്ലദീന, മഫ്ഊലുൻ ബിഹി എന്താണ്? എന്തുടമപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അശ്ശഫാഅത ശഫാഅത്തിനെ ഉടമപ്പെടുത്തുന്നില്ല. തഫ്സീർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് തഫ്സീർ വേണ്ടത് എന്തിനാണ്? ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പദങ്ങൾക്കാണ് നമുക്ക് തഫ്സീർ ആവശ്യമുള്ളത്. ഇപ്പൊ അല്ലദീന യദ്ഊന എന്ന് പറഞ്ഞു, ആരാണവർ? അല്ലദീന യദ്ഊന അവർ വിളിച്ചു ദുആ ഇരക്കുന്ന ആളുകൾ, ശഫാഅത്ത് ഉടമപ്പെടുത്തുന്നില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവരാരാണ്? അവർ വിളിച്ചു ദുആ ഇരക്കുന്നത് ആരെയാണ്? ശഫാഅത്ത് എന്താണ്? എന്താണ് മുൽക്ക്? ഇതൊക്കെയാണ് ഇതിലെ വാക്കുകൾ അല്ലെ. നമുക്ക് തഫ്സീർ വേണ്ടത് ഈ വാക്കുകൾക്കാണ്. ലാ യംലിക്കു ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുടമപ്പെടുത്തുന്നില്ല? ലാ യംലിക്കു അവരുടമപ്പെടുത്തുന്നില്ല. അപ്പൊ എന്താണ് ഈ ഉടമപ്പെടുത്തൽ? എന്താണ് ഈ ഉടമസ്ഥത? അല്ലദീന യദ്ഊന അവർ വിളിച്ച് ദുആ ഇരക്കുന്നവർ, ആ അവരാരാണ്? ദുആ ഇരക്കുന്നത് ആരെയാണ്? മിൻ ദൂനിഹി മിൻ ദൂനില്ല. അശ്ശഫാഅത്ത പിന്നുള്ളത് ശഫാഅത്ത് എന്നുള്ള വാക്കാണ്. ഇതൊക്കെ എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. ഇതിൽ ഓരോന്നും നോക്കിക്കോ. അവർ വിളിച്ചു ദുആ ഇരക്കുന്നവർ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അതിന് രണ്ട് തഫ്സീറുകളുണ്ട്. ഇവിടെ നോക്ക്, നിങ്ങൾ ആദ്യം പറഞ്ഞു ഇബ്നു കസീർ റഹ്മഹുല്ല അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് മക്കാ മുശ്രിക്കീങ്ങൾ വിളിച്ചു ദുആ ഇരക്കുന്ന ആളുകൾ ആരാണ്? മിനൽ അസ്നാമി വൽ ഔസാനി. അവരെ വിളിച്ചു ദുആ ഇരക്കുന്നതിൽ എന്തുണ്ട്? ബിംബങ്ങളും വിഗ്രഹങ്ങളും ഉണ്ട് അല്ലെ. അവർ വിളിച്ചു ദുആ ഇരക്കുന്നവയിൽ പെട്ടതാണ് വിഗ്രഹങ്ങൾ, ബിംബങ്ങൾ, സ്വനമ്, വസന്. അതിന്റെ ജംഅുകളാണ് അസ്നാമ്, ഔസാന്. സ്വനമുൻ ജംഉഹു അസ്സുനാമുൻ, വസനുൻ അതിന്റെ ജംആണ് ഔസാൻ.
ഇത് രണ്ടും ഈ പദങ്ങളുടെ പ്രത്യേകത എന്ന കായികയുടെ ഉള്ളിൽ വരുന്നതാണ്. എന്തർത്ഥം? ഒന്നിച്ചു വന്നാൽ രണ്ടിനും വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാവും. അതേസമയത്ത് ഒറ്റക്ക് വന്നാൽ രണ്ടും ഉദ്ദേശിക്കാം. സ്വനമ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വസനം പെടും. വസനം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വനമും പെടും. വസനും സ്വനമും വേർതിരിച്ച് പറയുന്നിടത്ത് രണ്ടിനും രണ്ടർത്ഥമുണ്ട്. എന്താ വ്യത്യാസം? സ്വനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വിഗ്രഹം എന്ന് പറയുന്നതാണ് മലയാളത്തിൽ. എന്താ വിഗ്രഹത്തിന്റെ പ്രത്യേകത? മറ്റേത് വസനം എന്ന് പറഞ്ഞാൽ ബിംബം എന്നുള്ളതാണ്. എന്താ വിഗ്രഹം ബിംബം തമ്മിൽ? വിഗ്രഹം ബിംബമാണ്, ബിംബം വിഗ്രഹമാണ്. ബിംബം എന്ന് പറയുന്നത് ഒന്നിനെ പ്രതിനിധീകരിക്കുന്ന എന്തോ ഒരു അടയാളം എന്നുള്ള അർത്ഥത്തിലാണ്. അത് വിഗ്രഹം മറ്റൊന്നിനെ പ്രതിനിധീകരിക്കുന്ന അടയാളമാണ്. ഉദാഹരണമായി ഇവിടെ ഈസാ നബിയുടെ വിഗ്രഹം വെച്ചു, യേശു ക്രിസ്തുവിന്റെ വിഗ്രഹം എന്ന് വെച്ചു. അവര് ആ വിഗ്രഹത്തിലൂടെ കാണുന്നത് യേശു ക്രിസ്തുവിനെയാണ്, അതിനെ പ്രതിനിധീകരിക്കുന്നതാണ്. മരിച്ചുപോയ ഒരാളെ പ്രതിനിധീകരിക്കാൻ വേണ്ടി വെച്ചു, അവരുടെ അക്കീദയിൽ, അവരുടെ വിശ്വാസത്തിൽ. കഴിഞ്ഞു പോയ ഒരാളെ പ്രതിനിധീകരിക്കാൻ വേണ്ടി വെച്ചു, അല്ലെങ്കിൽ മറിയം ബീവിന്റെ വെച്ചു, അല്ലെങ്കിൽ സെന്റ് ജോർജിന്റെത് വെച്ചു. അങ്ങനെ ഇപ്പൊ ജോർജ് എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു, അയാൾ മരിച്ചപ്പോ അയാളെ പ്രതിനിധീകരിക്കാനുള്ള ബിംബമായിട്ടാണ് എന്തുണ്ടാക്കിയത്? അയാളുടെ വിഗ്രഹം ഉണ്ടാക്കിയത്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്ക് വിഗ്രഹം എന്ന് പറയുന്നത് കണ്ണും മൂക്കും ഒക്കെ വേർതിരിച്ച് എല്ലാം കൊത്തിയുണ്ടാക്കി അവരുടെ രൂപത്തിൽ കൊത്തിയുണ്ടാക്കുന്നതാണ് സ്വനം, വിഗ്രഹം. മറ്റേത് കൊത്തിയുണ്ടാക്കിക്കൊള്ളണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു കല്ലോ ഒരു നാട്ടയോ വെച്ചിട്ട് അത് അയാളെ പ്രതിനിധീകരിക്കുന്നതാണ് എന്ന് കരുതിയാൽ എന്ത് മതി? ബിംബമായി, വിഗ്രഹമായിട്ടില്ല, വസനായി മാറി. ചിലപ്പോൾ ഒരു കുറ്റിയായിരിക്കും വെച്ചിട്ടുണ്ടാകുക, ഒരു മരക്കുറ്റി, അല്ലെങ്കിൽ ഒരു കല്ലിന്റെ കഷ്ണമായിരിക്കും വെച്ചിട്ടുണ്ടാകുക. ഒന്നിന് കൊത്തി ഇതാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. അതിന് ബിംബം എന്നാണ് പറയുന്നത്. ബിംബം, അതാണ് വസനം. സ്വനം എന്നുള്ളത് വിഗ്രഹമാണ്. മക്ക മുശ്രിക്കീങ്ങൾ വിളിച്ചു ദുആയിരുന്ന കൂട്ടത്തിൽ അസുനാമുകളുണ്ട്, ഔസാനുകളുണ്ട്. വലാ യംലികുൽ ലദീന യദ്ഉന മിൻ ദൂനിഹി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ മിനൽ അസ്നാം വൽ ഔസാൻ, വിഗ്രഹങ്ങള്, ബിംബങ്ങള് അവരുടമപ്പെടുത്തുന്നില്ല. ഷഫാഅത്തിനെ ഉടമപ്പെടുത്തുന്നില്ല. ഐ ലാ യഖ്ദിറൂന അല ശഫാഅത്തി ലഹും. ലാ യംലികു എന്ന് പറഞ്ഞാൽ ലാ യഖ്ദിറൂന അല ശഫാഅത്തി ലഹും, അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്തു കൊടുക്കാൻ ഇവർക്ക് കഴിയില്ല. ലാ യഖ്ദിറൂന അല ശഫാഅത്തി ലഹും. ലാ യഖ്ദിറൂന അവർക്ക് കഴിയില്ല. വാവുൽ ജമാഅ മടങ്ങുന്നത് ഏതിലേക്ക്? അൽ അസ്നാം വൽ ഔസാൻ. ലാ യഖ്ദിറൂൻ, ആ ബിംബങ്ങള്, ആ വിഗ്രഹങ്ങള്, അവ ലാ യഖ്ദിറൂൻ അവർക്ക് കഴിയില്ല, അവർക്ക് കഴിയില്ല. അല ശഫാഅത്തി ശഫാഅത്തിന്, ലഹും അവർക്ക് വേണ്ടി. ആർക്ക്? ലഹും ലിൽ മുശ്രിക്കീൻ ലില്ലദീന യദ്ഉൻ, അവരെ വിളിച്ചു ദുആ ഇരക്കുന്ന ആളുകൾക്ക്, അഥവാ മുശ്രിക്കീങ്ങൾക്ക്. അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. ലാ യഖ്ദിറൂന ഇവർക്ക് കഴിയില്ല. അല ശഫാഅത്തി ലഹും അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ. അപ്പോ ആയത്തിന്റെ അർത്ഥം നോക്ക്. വലാ യംലികു ഉടമപ്പെടുത്തില്ല, അഥവാ കഴിയില്ല. അല്ലദീന ഒരു കൂട്ടർക്ക്, അഥവാ അൽ അസ്നാം വൽ ഔസാൻ യദ്ഊന മിൻ ദൂനിഹി അവരെയാണ് അല്ലാഹുവിന് പുറമെ വിളിച്ചു ദുആ ഇരക്കുന്നത്. അവർ ആര്? മുശ്രിക്കീങ്ങൾ. അവർക്ക് ഷഫാഅത്തിനെ ഉടമപ്പെടുത്താനുള്ള കഴിവില്ല, അവർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്തു കൊടുക്കാനുള്ള കഴിവില്ല. തുടർന്നു കൊണ്ട് പറയുന്നതാണ് ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. ഇവിടെയാണ് മഹല്ലു ഷാഹിദ്. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ്
വഹും യഅലമൂൻ. ഇല്ല എന്നുള്ളതിന് പറയും എന്താ? ഇല്ല എന്നുള്ളത് എന്താണ്? നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒന്നാണ് ഇല്ല. എന്താ അതിന് പറയാ? അദാത്തുൽ ഇസ്തിസ്ന. അത് ഇസ്തിസ്ന ആണ്. ഇല്ല, ഇല്ല എന്നത് ഇസ്തിസ്ന ആണ്. ഇല്ല എന്നത് ഇസ്തിസ്ന ആണ്. ഇസ്തിസ്ന എന്ത്? ഇസ്തിസ്ന എന്ന് പറഞ്ഞാല് കുറച്ച് കാര്യം പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ചെണ്ണത്തിനെ ഒഴിവാക്കുന്നതാണ് എക്സെപ്ഷൻ പറയുന്നത്. ഇല്ല എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഇബ്നു കസീർ റഹ്മഹുല്ല പറയുന്നു, നോക്ക് നിങ്ങൾ. ഹാദ ഇസ്തിസ്നാഉൻ മുൻഖതിഉൻ. ഹാദ ഈ ഇല്ല, ഇല്ല എന്ന് പറഞ്ഞത് ഹാദ ഇസ്തിസ്നാഉൻ മുൻഖതിഉൻ. ഇസ്തിസ്നാ മുൻഖതിആൻ. അപ്പൊ എന്താണ് ഇസ്തിസ്നാ മുൻഖതിഉ? ഇസ്തിസ്നാഇനെ കുറിച്ച് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയം ഇവിടെ നമ്മൾ പറയാം. ഇസ്തിസ്നാ എന്നുള്ളത് രണ്ട് തരണ്ട്. വൽഇസ്തിസ്നാഉ നൗആനി. ഒന്ന് മുത്തസിൽ. ഇസ്തിസ്നാ മുത്തസിൽ. അതിന് ഉദാഹരണം നമ്മളിവിടെ എഴുതാം. ജാ അൽ ഖൗമു ഇല്ലാ സൈദൻ. മറ്റൊന്നാണ് ഇസ്തിസ്നാ മുൻഖത്തി അല്ലെങ്കിൽ മുൻഫസിൽ എന്ന് അതിന് പറയും. മുൻഖത്തി എന്നാണ് അതിന് പറയാ. അതല്ലെങ്കിൽ മുൻഫസിൽ എന്നും പറയും. എന്താണ് ഇസ്തിസ്നാ മുൻഖത്തി? അതിന് ഉദാഹരണം ജാ അൽ ഖൗമു ഇല്ല ഹിമാറൻ. എന്താണ് ഇസ്തിസ്നാ മുൻഖത്തിയും മുത്തസിലും തമ്മിൽ വ്യത്യാസം? മുത്തസിൽ എന്നുള്ളത് നേരെ അതിന്റെ ഉള്ളിൽപ്പെട്ടതാണ്, അതിൽ തന്നെ ഉള്ളതാണ്, അതിൽ നിന്ന് എക്സെപ്ഷനാണ്, അതിന്റെ ഭാഗമാണ്, നേർക്ക് നേരെ. ജാ അൽ ഖൗമു, ആ ഖൗമു മുഴുവൻ വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാ ഇല്ല സൈദൻ, സൈദ് ഒഴികെ. അവരൊക്കെ വന്നു, സൈദ് ഒഴികെ. സൈദ് ആ ഖൗമിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. മുൻഖത്തി ഖൗമിനോട് കണക്ഷൻ ഉണ്ട്, പക്ഷെ അതിന്റെ ഉള്ളിൽപ്പെട്ടതല്ല. ഏതുപോലെ ജാ അൽ ഖൗമു, ഖൗമു വന്നു ഇല്ല ഹിമാറൻ, അവരുടെ കഴുത ഒഴിച്ച്. കഴുത അവരുടേതാണ്, അതുകൊണ്ട് അവരുമായിട്ട് ബന്ധമുണ്ട്. എന്നാ കഴുത തന്നെ അവരാണോ? കഴുത അവരല്ല, അവരിൽ നിന്ന് അവരുടെ കൂട്ടത്തിലാണ് കഴുതയും വരാറുള്ളത്. കഴുതനെ അവർ കൊണ്ടുവന്നില്ല. ജാ അൽ ഖൗം, അവരൊക്കെ വന്നു, പക്ഷെ കഴുതനെ കൊണ്ടുവന്നില്ല. ഇല്ല ഹിമാർ. ആ ഇല്ല എന്നുള്ളത് അതിൽ നിന്ന് എക്സെപ്ഷനായി പറയും, പക്ഷെ അത് നേർക്ക് നേരെ അതിന്റെ ഉള്ളിൽപ്പെട്ടതല്ല, പുറത്താണ്. അങ്ങനെയുള്ളതും കണക്ട് ചെയ്ത് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്യുന്നതിനാണ് ഇസ്തിസ്നാ മുൻഖത്തി എന്ന് പറയുക. ഇവിടെ ഇസ്തിസ്നാ ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ എന്ന ഇസ്തിസ്നാ ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നത് ഇസ്തിസ്നാ മുൻഖത്തി ആണ്. ഇസ്തിസ്നാ മുൻഖത്തി ആണ്. ഇല്ലാ മൻ, ഇല്ലാ മൻ, ഒരുവനൊഴികെ, ഒരുവനൊഴികെ. എന്താ അവന്റെ പ്രത്യേകത? ഷഹിദ ബിൽ ഹഖ്, ഹഖിന് സാക്ഷിയായവൻ, ഹഖിന് സാക്ഷിയായ ഒരുവൻ ഒഴികെ. വഹും യഅലമൂന, വഹും അവരാകട്ടെ യഅലമൂൻ ഇൽമുള്ളവരായ നിലയിൽ. വാവ് ഹാലിയാൻ. അഥവാ ലാക്കിൻ, ഐ ലാക്കിൻ
എന്നാൽ മൻ ഷഹിദ ബിൽ ഹഖ്, ആരാണോ ഹഖിന് സാക്ഷിയായിട്ടുള്ളത്, അല ബസീറത്തിൻ വ ഇൽമിൻ, ബസീറത്തോടെ ഇൽമോടെ, ബസീറത്തും ഇൽമും, ഇൽമ് തന്നെയാണ് ബസീറത്ത്, ബസീറത്ത് തന്നെയാണ് ഇൽമ്. ബസീറത്ത് എന്നുള്ളത് ഒന്നുകൂടി ഖാസാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ ശരിക്കൊരു കാര്യം കണ്ണുകൊണ്ട് കണ്ടുറപ്പിക്കും പോലെ തെളിഞ്ഞു വന്നതിനാണ് ബസീറത്ത് എന്ന് പറയാം. ഒരു കാര്യം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു മനസ്സിലാക്കിയതുപോലെ ഹൃദയത്തിനുള്ളിൽ കൃത്യമായി രൂഢമൂലമായി ഉറച്ചു കഴിയുന്ന ഒന്നിനാണ് ബസീറത്ത് എന്ന് പറയാം. അങ്ങനെ ബസീറത്തുള്ള, യഖീനുള്ള, ഇൽമുള്ള, ഇൽമോടും യഖീനോടും കൂടി ആരാണോ ഹഖിന് സാക്ഷിയായിട്ടുള്ളത്, ഫഇന്നഹു, തീർച്ചയായും കാര്യം, തൻഫഉ ശഫാഅത്തുഹു, അവന്റെ ശഫാഅത്ത് ഉപകരിക്കും, ഇൻദഹു, അല്ലാഹുവിന്റെ അടുക്കൽ, ബിഇദ്നിഹി, അവന്റെ അനുമതി പ്രകാരം, ലഹു, അവന് വേണ്ടി, അവന് അല്ലാഹു അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാന്റെ അടുക്കൽ അവന്റെ ശഫാഅത്ത് ഉപകരിക്കും. അപ്പൊ ആരാണ് ഈ ഇസ്തിസ്നാ ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ? ആ മൻ, ഇല്ല മൻ ഷഹിദ ബിൽ ഹഖ്, സത്യത്തിന് സാക്ഷിയായിട്ടുള്ളവർ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അവിടെയും ഒരു ഭാഗം ബാക്കി നിൽക്കുന്നുണ്ട്. ഇസ്തിസ്നാ അതിൽ മുൻകത്തിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് വിഗ്രഹങ്ങളല്ല, ബിംബങ്ങളല്ല, അതിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്തതല്ല. എന്നാൽ അതുമായിട്ട് കണക്ഷൻ ഉണ്ട്, പറഞ്ഞ വിഷയവുമായിട്ട്. എന്താ കണക്ഷൻ ഉള്ളത്? ഒരു കണക്ഷൻ ഉണ്ടാവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന. വിഗ്രഹങ്ങളെ അവരെന്താ ചെയ്തത്? വിഗ്രഹങ്ങളെ അവരെന്താ ചെയ്തിട്ടുള്ളത്? മുശ്രിക്കീങ്ങൾ വിഗ്രഹങ്ങളെ എന്താണ് ചെയ്യുന്നത്? ആരാധിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു. ഈ പറഞ്ഞ ആളുകളെയും അവർ ഇബാദത്ത് ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്, പക്ഷെ ബിംബങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടല്ല. ഏതുപോലെ വന്നവരുടെ കൂട്ടത്തിലാണ്, സാധാരണ വരാറുള്ള കൂട്ടത്തിലാണ് കഴുത, പക്ഷെ കൗമല്ല കഴുത. അവരുടെ കൂടെ സാധാരണ കഴുത വരാറുള്ളത്. ഇതിൽ ഇവരുടെ കൂടെയാണ് ഇവരുള്ളത്. ബിംബങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും കൂടെയാണ് ഇവരെയും ഇവർ ആരാധിച്ചിട്ടുള്ളത്. പക്ഷെ ബിംബങ്ങളുടെ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പെടുവോ? മുൻകത്തി ആണ്. അതുകൊണ്ട് കൂട്ടത്തിൽ പെടൂല. അതാരെയാണ് ഉദ്ദേശിക്കുന്നത്? അവരാരാധിച്ച കൂട്ടത്തിൽ ബിംബങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും പുറമെ നബിമാരുണ്ടായിരുന്നു, സ്വാലിഹ്യങ്ങൾ ഉണ്ടായിരുന്നു, മലക്കുകൾ ഉണ്ടായിരുന്നു. അവരാരും അതിൽപ്പെട്ടവരല്ല. അവരുടെ ശഫാഅത്ത് ഉപകരിക്കും. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ആരുടെ കാര്യത്തിൽ ശഫാഅത്ത് പറഞ്ഞുവോ ആ കാര്യത്തിൽ. ഇവിടെ നമ്മൾ വാക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അശ്ശഫാഅ. തഫ്സീർ ഇൻഷാ അല്ലാഹ് ആ 3 തഫ്സീറുകളും ഒന്നിച്ച് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അത് ക്ലിയർ ആയി വരും. അതുവരെ തൽക്കാലം ഓരോന്നോരോന്ന് കണക്ട് ചെയ്ത് പോണം. എന്താണ് അശ്ശഫാഅ? അശ്ശഫാഅ അത് മഅഖൂദത്തുൻ മിന അശ്ശഫ്ഇ വഹുവ ضد الوتر وهو ضد الوتر. ഇതാണ് ലുഗയിൽ അതിന്റെ അർത്ഥം.
അശ്ശഫാഅത്തു വേണമെങ്കിൽ ഇവിടെ ലുഗത്തൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അശ്ശഫാഅത്തു ലുഗത്തൻ ഭാഷയിൽ الشفاعة لغة مأخوذة من الشفع وهو ضد الوتر. الشفاعة لغة مأخوذة من الشفع وهو ضد الوتر. ഷഫ് എന്ന വാക്കിൽ നിന്നാണ് ഷഫാഅത്ത് വന്നത്. ഷഫാഅത്ത് എടുക്കപ്പെട്ടിട്ടുള്ളത് ഷഫ് എന്ന വാക്കിൽ നിന്നാണ്. ഷഫ് എന്ന വാക്കിന്റെ അർത്ഥം വിത്തർ എന്നതിന്റെ എതിരാണ്. വിത്തർ എന്താണ്? ഒറ്റ. ഷഫ് അപ്പോ ഇരട്ട. വിത്തർ അല്ലെങ്കിൽ വത്തർ ഇത് രണ്ടും പറയും. ബികസ്റിൽ വാവ് വബി ഫത്ഹി. ഖുർആനിൽ അത് വന്നിട്ടുണ്ട്. എവിടെ? വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽവത്ർ. വശഫ്ഇ വൽവത്ർ ഇരട്ടയും ഒറ്റയും. ഇനി ഇസ്തിലാഹിൽ എന്താണ് ഷഫാഅത്തിനർത്ഥം? നമ്മളോട് ഉദ്ദേശിക്കുന്ന ഇസ്തിലാഹിയായ അർത്ഥം എന്താണ്? വഫിൽ ഇസ്തിലാഹ് സാങ്കേതികമായി ഇവിടെ ഷഫാഅത്ത് എന്ന് പറയുന്നത് അങ്ങനെ അടിക്കുന്നുണ്ട്. അവിടെ ഒന്നും വരുന്നില്ല. വഫിൽ ഇസ്തിലാഹ് അത്തവസ്സുതു للغير بجلب منفعة أو دفع شر أو دفع مضرة إن إذا منفعة. التوسط للغير മറ്റൊരാൾക്ക് വേണ്ടി ഇടയിൽ നിൽക്കല്, മധ്യവർത്തിയാകല്, മധ്യസ്ഥനാകല്, ഇടക്ക് കയറി നിൽക്കല്. തവസ്സുത്ത് ലിൽ ഗൈരി വേറൊരാൾക്ക് വേണ്ടി ഇടക്ക് നിൽക്കലാണ്. എന്തിന്? ബിജൽബി മൻഫഅ ഒരു ഉപകാരം നേടിയെടുക്കുന്നതിന്. ഔ ദഫ്ഇ മദറ അല്ലെങ്കിൽ ഒരു ഉപദ്രവം തടുക്കുന്നതിന് വേണ്ടി. അത്തവസ്സുതു ലിൽ ഗൈരി ബിജൽബി മൻഫഅത്തിൻ ഔ ദഫ്ഇ മദറത്തിൻ. ഇതാണ് ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ. മറ്റൊരാൾക്ക് വേണ്ടി ഇടക്ക് നിൽക്കലാണ്. ഒരു ഉപകാരം നേടിയെടുക്കുന്നതിനോ ഒരു ഉപദ്രവം തടുത്തു കൊടുക്കുന്നതിനോ. ഇതാണ് ഇസ്തിലാഹിൽ ഷഫാഅത്തിന്റെ അർത്ഥം. ദുനിയാവിലുള്ള ഷഫാഅത്തുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ പരലോകത്തുള്ള ഷഫാഅത്ത് എന്ന് പറയുന്നത്, പരലോകത്ത് രണ്ട് തരം ഷഫാഅത്തുകളെ കുറിച്ച് ഖുർആനിലുണ്ട്. ഖുർആനിൽ രണ്ട് തരം ഷഫാഅത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷഫാഅത്തു നൗആനി. ഖുർആനിൽ ഷഫാഅത്ത് രണ്ട് തരാണുള്ളത്. ഒന്ന് ഷഫാഅത്തുൻ സാബിതത്തുൻ, രണ്ടാമത്തേത് ഷഫാഅത്തുൻ മൻഫിയ്യ.
രണ്ട് തരത്തിൽ ഖുർആനിൽ ഷഫാഅത്ത് പറയും. ചില സ്ഥലങ്ങളിൽ ഷഫാഅത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില കൈദുകളോടുകൂടി. ചില സ്ഥലങ്ങളിൽ ഷഫാഅത്ത് കിട്ടില്ല, ഷഫാഅത്ത് ലഭിക്കില്ല, ഷഫാഅത്ത് ചെയ്യില്ല എന്ന് നഫി ചെയ്തിട്ടുണ്ട്, മൻഫിയത്തുണ്ട്. സാബിത്തത്ത് ആരുടെ കാര്യത്തിലാണ്? മുവഹിദീങ്ങളുടെ കാര്യത്തിലാണ്. മൻഫിയത്ത് ആരുടെ കാര്യത്തിലാണ്? മുശ്രിക്കീങ്ങളുടെ കാര്യത്തിൽ. അത് വ്യത്യാസം. മുശ്രിക്കീങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യാൻ ആരുമില്ല. വലാ തൻഫഉഹും ഷഫാഅത്തു ശാഫിഈൻ. ഒരു ഷഫാഅത്തുകാരന്റെയും ഷഫാഅത്ത് അവർക്ക് ഉപകരിക്കില്ല എന്ന് നഫി ചെയ്തിട്ടുള്ളത് മുശ്രിക്കീങ്ങളുടെ കാര്യത്തിലാണ്. അതേസമയത്ത് മുഅ്മിനീങ്ങളെ കുറിച്ച്, മുവഹിദീങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഷഫാഅത്ത് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അവന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഷഫാഅത്ത് ചെയ്യാൻ ആരില്ല. അപ്പൊ അവിടെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് ഷഫാഅത്ത്. ഈ രണ്ടും ഖുർആനിലുള്ളതാണ്. ഇനി ഷഫാഅത്തിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയാം. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് തഫ്സീർ തന്നെ വരുന്നതാണ്. എന്നാലും ഞാനിവിടെ ഒന്ന് ക്രമത്തിൽ ആ കാര്യം ഒന്ന് പറഞ്ഞു പോകാം. ഷഫാഅത്തിന് ഖുർആനിൽ നമ്മൾ നോക്കിയാൽ 3 റുക്കുനുകൾ അല്ലെങ്കിൽ 3 ശുറൂത്തുകളാണ് അതിലുള്ളത്. ഷഫാഅത്തിന് 3 ശുറൂത്തുകളാണുള്ളത്. ലഹ സലാസത്തു ശുറൂത്തിൻ. ലഹ എന്ന് പറഞ്ഞാൽ ഷഫാഅ സലാസത്തു ശുറൂത്ത്. الأول رضا الله عن الشافع. رضا الله عن المشفوع له. الثالث إذن الله في الشفاعة. ഒന്ന് റിദല്ലാ അനി ഷാഫിഅ. ഷഫാഅത്ത് ചെയ്യുന്ന ആൾക്ക് അള്ളാന്റെ തൃപ്തി വേണം. അള്ളാഹ് തൃപ്തിപ്പെട്ട ആളല്ലാതെ ഷഫാഅത്ത് ചെയ്യില്ല. രണ്ടാമത്തേത് റിദല്ലാ അനിൽ മശ്ഫൂഇ ലഹ്. ആർക്ക് വേണ്ടിയാണോ ഷഫാഅത്ത് ചെയ്യുന്നത് അവനെയും അള്ളാഹ് തൃപ്തിപ്പെടണം. മൂന്നാമത്തേത് ഇദ്നുല്ലാഹി ഫി ഷഫാഅ. ഷഫാഅത്ത് ചെയ്യാനുള്ള അനുവാദം അള്ളാഹ് കൊടുക്കണം. ഷഫാഅത്ത് ചെയ്യപ്പെടുന്ന ആൾക്കും ചെയ്യുന്ന ആൾക്കും അള്ളാന്റെ തൃപ്തി ഉണ്ടാകണം. ഷഫാഅത്ത് അള്ളാന്റെ അനുമതിയും കിട്ടണം, പ്രത്യേക അനുമതിയും കിട്ടണം. അല്ലാതെ ഇന്ന ആൾക്ക് വേണ്ടി ഇന്ന സമയത്ത് എന്നത് ഇവർക്ക് ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. മുഴുവൻ മുൽക്കും ആർക്കാണ്? അള്ളാഹ്ക്കാണ്. ഖുൽ ലില്ലാഹി അശ്ശഫാഅത്തു ജമീഅ. മുൽക്കു ഷഫാഅ എന്നത് അള്ളാഹുവിന് മാത്രമാണ്. അത് അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തിട്ടില്ല.
അള്ള ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഷഫാഅത്ത് ചെയ്യാം. ആ അനുവാദം കിട്ടിയാൽ മാത്രം. അല്ലാതെ ഷഫാഅത്തിന്റെ മുൽക്ക് മുഴുവനായും ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന്റെ മാത്രമാണ്. ഖുൽ ലില്ലാഹി ശഫാഅതു ജമീആ. മുൽക്കു ഷഫാഅ എന്നത് അള്ളാഹുവിനാണ്. ഇനി ഈ തഫ്സീറുകളിലേക്ക് വരുമ്പോൾ ഈ കാര്യം നമുക്ക് ബോധ്യമാവും. രണ്ടാമത്തെ തഫ്സീർ അല്ലാമത്ത് സഈദി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റേതാണ്. അദ്ദേഹം പറയുന്നു വലാ യംലികുൽ ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅത ഐ കുല്ലു മൻ ദുഇയ മിൻ ദൂനില്ലാഹ് മിനൽ അംബിയാഇ വൽ മലായികതി വഗൈരിഹിം. ഇത് തഫ്സീറിന്റെ വേറെ ഒരു ഭാഗമാണ്. നേർക്ക് നേരെ കണ്ടാൽ ഇവിടെ സത്യത്തിൽ എന്താ തോന്നുക? ഇബ്നു കസീർ പറഞ്ഞത് എന്താ? ലാ യംലിക്കു അല്ലദീന. ആ അല്ലദീനക്ക്, അല്ലദീന എന്നുള്ള ഫാഇല് ആരാണ്? ഏതിലേക്കാണ് മടങ്ങുക? ഇബ്നു കസീർ എന്താ പറഞ്ഞത്? അൽ ഔസാൻ, അൽ അസ്നാം വൽ ഔസാൻ. ഇവിടെ അല്ലാമത്ത് സഈദി റഹ്മഹുല്ല പറഞ്ഞത് എന്താണ്? മിനൽ അംബിയാ വൽ മലായിക വഗൈരിഹിം. മിനൽ അംബിയാ വൽ മലായിക വഗൈരിഹിം. രണ്ടും ഒന്നൊന്നിന് വൈരുദ്ധ്യാണോ? ആണോ? അല്ല. ഇത് തനവ്വു ആണ്, വ്യത്യസ്ത ഭാഗങ്ങളാണ് പറഞ്ഞത്, അല്ലാതെ തമ്മിൽ വൈരുദ്ധ്യമല്ല, തദാദല്ല. അവര് അള്ളാഹുവിന് പുറമെ വിളിച്ചു ദുആയിരക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അതിലാരും പെടും? അസ്നാമുകൾ പെടും, ഔസാനുകൾ പെടും, അതിൽ അമ്പിയാക്കൾ പെടും, മലക്കുകൾ പെടും, അല്ലാത്തവർ. തഫ്സീറിന്റെ രണ്ട് ഭാഗമാണ് ഈ പറഞ്ഞത്. രണ്ട് രൂപത്തിലാണ് ഈ തഫ്സീർ. ഇതാണ് തഫ്സീർ പഠനം എന്ന് പറഞ്ഞത്. ഇത് കൃത്യമായി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒന്നാണ് അബൂ താരിഖ് ഹഫ്ളഹുല്ലാഹ് മുഖദ്ദിമത്തു തഫ്സീർ വായിച്ച് പറഞ്ഞിട്ടുള്ളത്. തഫ്സീറിന്റെ മുഖദ്ദിമ വായിച്ചത്, അതിൽ ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സലഫുകളുടെ തഫ്സീറിൽ പരസ്പരം ഒന്നൊന്നിനോട് നേരെ നോക്കിയാൽ നമുക്ക് ബന്ധമില്ല എന്ന് തോന്നുന്ന, എന്നാൽ അത് തമ്മിൽ കണക്ഷനുള്ള ഒന്നിന്റെ തന്നെ വ്യത്യസ്ത ഭാഗങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നത് അത് കാണാൻ സാധിക്കും. ഒരു കൂട്ടർ ഒന്ന് പറഞ്ഞു, മറ്റൊരു കൂട്ടർ ഒന്ന് പറഞ്ഞു, രണ്ടും അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ്. അത് വൈരുദ്ധ്യമല്ല. സലഫുകളിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അത് ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് ഇബ്നുൽ ജൗസിന്റെ സാദുൽ മസീറിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതേപോലെ തൊബരിന്റെ തഫ്സീറിൽ ഈ കാര്യമുണ്ട്, അതിൽ സനദ് കൊണ്ടത് ആ കാര്യം കിട്ടും. ഇത് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകാം, നോക്ക് നിങ്ങൾ. അപ്പൊ ഇവിടെ അമ്പിയാക്കള് മലക്കുകള് അല്ലാത്തവർ എന്ന് പറഞ്ഞു. ലാ യംലികൂന ശഫാഅ, അവർക്ക് ഷഫാഅത്തിന്റെ മുൽക്കുണ്ടോ? ഷഫാഅത്തിന്റെ മുൽക്കില്ല. അമ്പിയാക്കൾക്കുണ്ടോ മുൽക്ക്? നബിമാർക്കുണ്ടോ? മലക്കുകൾക്കുണ്ടോ? ആർക്കും ഷഫാഅത്തിന്റെ മുൽക്കില്ല. ലാ യംലികുൽ ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅ. അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു ദുആയിരുന്നു കൊണ്ടിരിക്കുന്ന ഈ അമ്പിയാക്കളോ മലക്കുകളോ അവർക്കാർക്കും ഷഫാഅത്തിന്റെ മുൽക്ക് ഇല്ല. ഷഫാഅത്തിന്റെ മുൽക്ക് ആർക്ക് മാത്രമാണ്? മുൽക്കു ശഫാഅ ലില്ലാഹി വഹ്ദഹ. ആ ഖായിദയാണ് ഇവിടെ അല്ലാമത്ത് സഈദ് റഹ്മഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്നത്. വശഫാഅതു മുൽക്കുഹാ ലില്ലാഹി വഹ്ദഹു. അല്ല തെളിവ്? والدليل قوله تعالى ولا يملك قل لله الشفاعة جميعا.
ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ. സൂറത്ത് സുമറിലെ 44-ാമത്തെ ആയത്തിലാണ് അതിൽ. ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ് ثم ഇലൈഹി തുർജഊൻ. ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ് وإليه ترجعون. സുമറില് 44-ാമത്തെ ആയത്ത്. والشفاعة ഇതിലെ نرجع ولا يملك الذين يدعون من دونه الشفاعة. അപ്പോൾ لا يملكون الشفاعة ولا يشفعون إلا بإذن الله ولا يشفعون إلا لمن ارتضى. لا يملكون الشفاعة എന്ന് പറഞ്ഞതിന് ശേഷം ഷഫാഅത്തിൽ നിന്ന് എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുക? വലാ യശ്ഫഊന ഇല്ലാ ബിഇദ്നില്ലാഹ് വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ. ഷഫാഅത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അല്ലാമത്ത് സഅദി റഹ്മഹുല്ലാഹ് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നു. ലാ യംലികൂന ഷഫാഅ, ഷഫാഅത്തിന്റെ മുൽക്ക് അവർക്കില്ല. ഇനി ഷഫാഅത്തിൽ നിന്ന് അവർക്കുള്ളത് എന്ത് മാത്രാണ്? ഇല്ലാ ബിഇദ്നില്ലാഹ് വലാ യശ്ഫഊന ഇല്ലാ ബിഇദ്നില്ലാഹ്. മലക്കുകൾ ചെയ്യുന്ന ഷഫാഅത്ത്, അമ്പിയാക്കൾ ചെയ്യുന്ന ഷഫാഅത്ത്, ഏത് ഷഫാഅത്ത് മാത്രമാണ്? അതിന്റെ ഷർത്ത് നമ്മൾ പറഞ്ഞു, അള്ളാന്റെ ഇതിനോടുകൂടി മാത്രം അവർക്ക് ഷഫാഅത്ത് നടത്താൻ പറ്റുള്ളൂ. മുൽക്കുണ്ടോ? മുൽക്കില്ല. അള്ളാന്റെ ഇതിനുണ്ടെങ്കിൽ ആ ഇതിനുള്ള കാര്യത്തിൽ ഇതിനുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യാം. അവരുടെ മുൽക്കപ്പെട്ടതല്ല ഷഫാഅത്ത്. അത് മാത്രല്ല വലാ യശ്ഫഊന, അവർക്ക് ഷഫാഅത്ത് നടത്താൻ കഴിയില്ല ഇല്ലാ ലിമൻ ഇർതളാ, അല്ലാഹ് തൃപ്തിപ്പെട്ടു കൊടുത്തവരുടെ കാര്യത്തിലല്ലാതെ. അല്ലാഹ് തൃപ്തിപ്പെട്ടു കൊടുത്തവരുടെ കാര്യത്തിലല്ലാതെ അവർക്ക് ഷഫാഅത്ത് ചെയ്യാനും കഴിയില്ല. വലിഹാദാ ഖാല, അതുകൊണ്ടാണ് പറഞ്ഞത് ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ്, ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ്. അപ്പോ ഇല്ലാ ലിമൻ ഇർതദാ എന്ന് പറഞ്ഞ അതേ രൂപത്തിലാണ് അല്ലാമത്ത് സഅദി റഹ്മഹുല്ലാഹ് ഏതിനെ തഫ്സീർ ചെയ്യുന്നത്? ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖിനെ തഫ്സീർ ചെയ്യുന്നത്. ആരുടെ കാര്യത്തിലാണ് അല്ലാഹ് തൃപ്തിപ്പെടുക? അല്ലാഹ് തൃപ്തിപ്പെട്ടവർക്കല്ലാതെ ഷഫാഅത്ത് ഉപകരിക്കില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വറദിയ ലഹു ഖൗലാ. ഷഫാഅത്തിന്റെ അർക്കാനുകളെല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ടുള്ളതാണ്, ശുറൂത്തുകളെല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ടുള്ളതാണ്. സൂറത്തു ത്വാഹയിലെ 109-ാമത്തെ ആയത്ത്, യൗമഇദിൻ ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വറദിയ ലഹു ഖൗല. ഈ ശുറൂത്തുകൾ വന്ന സ്ഥലങ്ങളാണ്. സൂറത്തു ത്വാഹയിൽ
109 ആയത്ത്. യൗമ ഇദിൻ, അന്നേ ദിവസം. ലാ തൻഫഉ ശഫാഅ, ലാ തൻഫഉ അശ്ശഫാഅതു ഇല്ലാ മൻ അദിന ലഹു അർറഹ്മാനു വറദിയ ലഹു ഖൗല. ഇത് സൂറത്തു ത്വാഹയില് 109 ആയത്ത്. അതുപോലെ സൂറത്ത് അൽ അംബിയായിൽ 26, 27, 28 ആയത്തുകൾ. ഇരുപത്തി 27 നിങ്ങൾക്കത് അതിന്റെ എന്താണെന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കും. 28ാമത്തെ ആയത്തിലാണ് ഈ കാര്യത്തിന്റെ പിന്നെ ഷാഹിദ് കിടക്കുന്നത്. വല യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ. അൽ-അംബിയാ 28. വല യശ്ഫഊന, വല യശ്ഫഊന എന്ന് പറഞ്ഞാൽ അവർ ശഫാഅത്ത് ചെയ്യില്ല. ആ അവർ ആരാണ്? അത് 26, 27 ആയത്തുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് മലക്കുകളെ കുറിച്ചാണ്. വഖാലു ഇത്തഖദ അർ-റഹ്മാനു വലദ സുബ്ഹാനഹു ബൽ ഇബാദും മുക്രമൂൻ. അല്ലാഹു മക്കളെ സ്വീകരിച്ചു എന്നവർ പറയുന്നു. സുബ്ഹാനഹു, അതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനാണ്. ബൽ ഇബാദും മുക്രമൂൻ, അല്ല മറിച്ച് മാന്യരായ അള്ളാന്റെ അടിമകൾ മാത്രമാണ് അവര്. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, ഒരു വാക്ക് പോലും അള്ളാഹിനെ എതിർത്ത് മുൻകടന്ന് പറയാത്ത. വഹും ബിഅംരിഹി യഅമലൂൻ, അള്ളാന്റെ കൽപ്പന പ്രകാരം മാത്രം അമല് ചെയ്യുന്നവരാണവർ. എന്നിട്ട് പറഞ്ഞു പോലെ പിന്നെ എന്നിട്ട് തുടർന്നുകൊണ്ട് പറഞ്ഞു യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹു അറിയുന്നു. അവരുടെ എല്ലാ കാര്യത്തെയും അള്ളാഹു ചൂഴ്ന്നു നിൽക്കുന്നു. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അള്ളാഹു തൃപ്തിപ്പെട്ടവരുടെ കാര്യത്തിലല്ലാതെ അവർ ശഫാഅത്ത് ചെയ്യില്ല. അപ്പൊ ഈ 3 ഷർത്തുകളും ഇവിടെ വന്നു. ആദ്യത്തെ ആയത്തിൽ തന്നെ 3 ഷർത്തുണ്ട്. എങ്ങനെ? ആ 3 ഷർത്തുകളൊന്ന് ഇസ്തിംബാത്ത് ചെയ്ത് നോക്കി നിങ്ങൾ. യൗമ ഇദിൻ ലാ തൻഫഉ ശഫാഅ ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വറദിയ ലഹു ഖൗല. 3 ഷർത്തുകൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ ഷർത്ത് റിദല്ലാഹ് അനിശ്ശാഫിഅ, ശഫാഅത്ത് ചെയ്യുന്ന ആൾക്ക് അള്ളാന്റെ തൃപ്തി വേണം. അത് ഈ ആയത്തിലുണ്ടോ? ഇല്ലേ? ഉണ്ടോ? വറദിയ ലഹു ഖൗല, റദിയ ലഹു ഖൗലൻ, റദിയ ലഹു ഖൗലൻ, അല്ലാഹു വാക്കാൽ തൃപ്തിപ്പെട്ടു അവരുടെ കാര്യത്തിൽ. പിന്നെ രണ്ടാമത്തത് റിദല്ലാഹിൽ മശ്ഫൂഇല റദിയ ലഹു ഖൗലൻ എന്നത് രണ്ടിലേക്കും ആമ്മാണ്. ആരുടെ കാര്യത്തിൽ? റദിയ ലഹു ഖൗല, അത് രണ്ടാൾക്കും ബാധകാണ്, അല്ലെ? പിന്നെ മൂന്നാമത്തത് ഇതിനുള്ള ഷഫാഅത്തിനുള്ള അനുമതി കൊടുക്കണം. ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. വാദിഹ്. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ. ഇവിടെ മലക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. മലക്കുകൾ എന്നുള്ളത് അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട ആളുകളാണ്.
അവർക്കല്ല അനുവാദം കൊടുത്താൽ ആരുടെ കാര്യത്തിൽ അവർ അനുവാദം കൊടുക്കുള്ളൂ? അള്ളാഹിന്റെ കാര്യത്തില് തൃപ്തിപ്പെടും. ഇല്ലാലിമൻ ഇർത്തദ, അല്ല തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി അല്ലാതെ ശഫാഅത്ത് ചെയ്യില്ല. ഈ ഇല്ലാലിമൻ ഇർത്തദ എന്നവിടെ പറഞ്ഞു സൂറത്ത് അൽ-അംബിയായിൽ. അതിന്റെ വ്യാഖ്യാനം എന്നോണമാണ് ഇവിടെ സഅദി റഹ്മഹുള്ള മനസ്സിലാക്കുന്നത്. ഇല്ലാമൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. ആർക്കാണ് അല്ലാഹ് തൃപ്തിപ്പെടുക? ആരുടെ കാര്യത്തിലാണ് അല്ലാഹ് തൃപ്തിപ്പെടുക? മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ എന്ന സിഫത്തുള്ളാഹി. ഐന തഖ ബിലിസാനിഹി, മൻ ഷഹിദ സാക്ഷിയായിട്ടുള്ളവൻ, ബിൽ ഹഖ് ഹഖിന് സാക്ഷിയായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഐന തഖ ബിലിസാനിഹി, തന്റെ നാവ് കൊണ്ട് അത് പ്രഖ്യാപിച്ചവൻ. സാക്ഷിയാകാന്ന് പറഞ്ഞാൽ അതിൽ എന്ത് വേണം? നാവ് കൊണ്ട് പ്രഖ്യാപിച്ചവൻ. മുഖർറം ബിഖൽബിഹി, ഹൃദയത്തിൽ ശരിക്ക് ഉറപ്പിച്ചുകൊണ്ട്, ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പ്രഖ്യാപിച്ചവൻ. ആലിമൻ ബിമാ ഷഹിദ ബിഹി, താൻ എന്തിനാണോ സാക്ഷ്യം പറഞ്ഞത്, എന്താണോ പ്രഖ്യാപിച്ചത്, എന്തിനാണോ സാക്ഷി നിന്നത്, ആ കാര്യത്തെ സംബന്ധിച്ച് ഇൽമുള്ളവനായ നിലയിൽ. അപ്പൊ ഇവിടെ 3 ഷർത്തുകൾ വെച്ചു. എന്തൊക്കെ പറഞ്ഞു? വയസ്തരിത്തു, വയുസ്തറത്തു, ഷർത്താക്കപ്പെട്ടിട്ടുണ്ട്. അൻ തകൂന ഷഹാദത്തുഹു ബിൽ ഹഖ്, ഹക്ക് കൊണ്ടായിരിക്കണം ഷഹാദത്ത്. എന്തിനെ സംബന്ധിച്ചുള്ള ഷഹാദത്താണ്? ഷഹിദ ബിൽ ഹഖ്, ഹക്കിനാണ് സാക്ഷി നിന്നിട്ടുള്ളത്. എന്താണ് ഈ ഹക്കിനുള്ള സാക്ഷിത്വം എന്ന് പറയുന്നത്? വഹുവ ഷഹാദത്തു ലില്ലാഹി തആല ബിൽ വഹ്ദാനിയ്യ. ഹക്ക് എന്നതിനെ വ്യാഖ്യാനിക്കുക അഷ്ഷഹാദത്തു ലില്ലാഹി തആല ബിൽ വഹ്ദാനിയ്യ, അല്ലാഹുവിന് വഹ്ദാനിയത്ത് കൊണ്ട് സാക്ഷി നിന്നു. ഇബാദത്തുകളിൽ അവൻ ഏകനാണ്, അവന് മാത്രമാണ് അർഹതയുള്ളത് എന്ന് സാക്ഷി നിന്നു. വലിറുസുലിഹി ബിന്നുബുവ്വത്തി വരിസാല, റസൂലുകളുടെ കാര്യത്തിൽ സാക്ഷി നിന്നു. നുബുവത്തിന്റെയും റിസാലത്തിന്റെയും സത്യതയിൽ അവർക്ക് നുബുവത്തും റിസാലത്തുമുണ്ട് എന്നത് സത്യമാണ് എന്നതിന്റെ സാക്ഷി നിന്നു. വസിഹ്ഹത്തി മാ ജാഉ ബിഹി, അവർ കൊണ്ടുവന്നത് ശരിയാണ് എന്നതിന് സാക്ഷിയായി. മിൻ ഉസൂലിദ്ദീനി വഫുറൂഇഹി, ദീനിന്റെ ഉസൂലുകളാകട്ടെ ഫുറൂഉകളാകട്ടെ, ദീനിന്റെ മുഴുവൻ കാര്യങ്ങളിലും, അതിന്റെ അഖീദയാകട്ടെ അഅ്മാലുകളാകട്ടെ, എല്ലാ കാര്യങ്ങളിലും റസൂല് കൊണ്ടുവന്നിട്ടുള്ളത് സത്യമാണ്, ശരിയാണ് എന്ന് സാക്ഷിയായി. വഹഖായിഖിഹി വശറായിഇഹി, ദീനിന്റെ മുഴുവൻ ഹഖായിഖുകളിലും അതിന്റെ ശറായികളിലും എന്ന് പറഞ്ഞാൽ ദീനിന്റെ അടിമുടി എല്ലാ കാര്യങ്ങളിലും അവരൊക്കെ സത്യപ്പെടുത്തി. അതാണ് സത്യം കൊണ്ട് സാക്ഷ്യം നിന്നു എന്ന് പറഞ്ഞ അർത്ഥം. അതിന് അദ്ദേഹം വ്യാഖ്യാനിച്ചു. ഫഹാഉലാഇ, എന്നിട്ട് പറഞ്ഞു ഈ കൂട്ടർ, ഇങ്ങനെ സത്യത്തിന് സാക്ഷി നിന്നിട്ടുള്ള ആളുകൾ, ഫഹാഉലാഇ അല്ലദീന തൻഫഉ ഫീഹിം ശഫാഅത്തു ശാഫിഈൻ, ശഫാഅത്ത് ചെയ്യുന്നവരുടെ ശഫാഅത്ത് ഇവരുടെ കാര്യത്തിൽ മാത്രമേ ഉപകരിക്കൂ. വഹാഉലാഇ നാജൂന മിൻ അദാബില്ലാഹ്, ഇവർ മാത്രമാണ് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളവർ. അൽ ഹായിസൂന, കരസ്ഥമാക്കിയിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ ലിസവാബില്ലാഹ്, അതവിടെ പറയുന്നുണ്ട്. ആ ഭാഗം സ്ക്രീനിൽ നിങ്ങൾക്ക് തെളിഞ്ഞു വന്നിട്ടില്ല. സ്ക്രീനിൽ നിങ്ങൾക്ക് തെളിഞ്ഞിട്ടില്ല. ആ ഭാഗം ഞാൻ വേറെ തന്നെ കാണിക്കാം. അൽ ഹായിസൂന ലിസവാബിഹി എന്നുണ്ട്. അൽ ഹായിസൂന ലിസവാബിഹി എന്നും കൂടി ഉണ്ട്. അൽ ഹായിസൂന കഴിഞ്ഞിട്ട് ലിസവാബിഹി എന്നുകൂടി എഴുതിക്കും. അൽ ഹായിസൂന കഴിഞ്ഞിട്ട് ലിസവാബിഹി. ഇവിടെ ലിസവാബിഹി
അൽഹായിസൂന ലിസവാബിഹി, അവന്റെ പ്രതിഫലം കൊണ്ട് വിജയിച്ചിട്ടുള്ളവർ, പ്രതിഫലം കരസ്ഥമാക്കിയിട്ടുള്ളവർ എന്നാണ് ആ വാക്കിനർത്ഥം. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളവരും പ്രതിഫലം കരഗതമാക്കിയിട്ടുള്ളവരും അവരാണ്. ഇത്രയുമാണ് അല്ലാമത്ത് സഅദി റഹ്മഹുല്ലാ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള തഫ്സീർ. ഇനി മൂന്നാമത്തെ തഫ്സീറിന്റെ ഭാഗം കൂടിയുണ്ട്, അഥവാ സാദുൽ മസ്വീറിൽ നിന്നും നമ്മളൊന്ന് വായിക്കുന്നുണ്ട്. അതും വായിച്ചതിന് ശേഷം മൂന്നിലും വന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നമ്മളൊന്ന് കാര്യം ഒന്നുകൂടി ബ്രീഫ് ചെയ്യേണ്ടതുണ്ട്. ഫലഹു ഇൻഷാ അല്ലാഹ് മജ്ലിസുൽ ഖാദിം. فنكتفي هنا بهذا القدر ونسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة، وأن يجعلنا جميعا من الهداة المهتدين غير ضالين ولا مضلين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت.